ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെഫാനിയ 3:17. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കളായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ബെൻഡിറ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ ഇന്ന് 126-ാം ദിനം. ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ പരാജയങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ മക്കളെ, വേദനയിലൂടെ കടന്നു പോകുന്ന മക്കളെ നമുക്ക് സമർപ്പിക്കാം. ജീവിതത്തിലെ വിവിധ ഭാരങ്ങളോർത്ത്, പഠന മേഖലയിലെ ബുദ്ധിമുട്ടോർത്ത്, ചില വിഷയങ്ങൾ മക്കൾക്ക് പഠിക്കാൻ പ്രയാസമാണ്. പരീക്ഷയ്ക്ക് അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ പബ്ലിക് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ട മക്കൾ പലപ്പോഴും രാത്രിയിൽ അനേക സമയം ഉറക്കളച്ചിരുന്ന് പഠിക്കുന്നു, അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നു. എന്നിട്ടും ചില വിഷയങ്ങൾ, ചില പാഠഭാഗങ്ങൾ മനസ്സിലേക്ക് വരുന്നില്ല, അത് പഠിച്ചിട്ട് തലയിലേക്ക് കയറുന്നില്ല. അങ്ങനെ ആകെ ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ട മക്കൾ, മറന്നു പോകുന്ന മക്കൾ, ചോദ്യക്കടലാസ് കയ്യിലേക്ക് വന്നു, പഠിച്ചതാണ്, പക്ഷേ എഴുതാൻ വരുമ്പോൾ മറന്നു പോകുന്ന പ്രിയ മക്കൾ, അങ്ങനെ ഒരു പരാജയ ഭീതിയിൽ കഴിയുന്ന മക്കളെ, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന മക്കളെ, ഇൻ്റർവ്യൂവിന് കടന്നു ചെല്ലുമ്പോൾ, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ, പുതിയൊരു കാര്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ആശങ്കപ്പെടുന്ന പ്രിയ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇന്ന് സെഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം വചനത്തിൽ നമ്മൾ കാണുന്ന നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളുടെ മധ്യയെ വിജയം നൽകുന്ന യോദ്ധാവ്, ധീരനായ പടയാളിയേക്കാൾ ശക്തനായ ദൈവം നമുക്കുണ്ട്, നമ്മുടെ മക്കൾക്കുണ്ട്. അവരുടെ മുമ്പിൽ, അവരുടെ കൂടെ ദൈവമുണ്ട് എന്ന്, വിജയം നൽകുന്നവനാണ് ദൈവമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എഴുതുന്ന പരീക്ഷയിൽ കർത്താവിനെ കരം പിടിച്ച് പ്രാർത്ഥിച്ചു മുമ്പോട്ട് പോകുമ്പോൾ ദൈവമായ കർത്താവ് വിജയം നൽകുമെന്ന വിശ്വാസം മക്കളിൽ നിറയുവാൻ, വിജയത്തിൻ്റെ കർത്താവ് മക്കളെ കൂടെയായിരിക്കുവാൻ ഈ പ്രഭാതത്തിൽ നമുക്കവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സെഫാനിയ 3:17. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വിജയം വരിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അവർ ഒരുങ്ങുന്ന പരീക്ഷ, എഴുതുന്ന പരീക്ഷ, കടന്നു ചെല്ലുന്ന ഇൻ്റർവ്യൂ, അവരുടെ എല്ലാ പ്രതിസന്ധികളിലും ഈശോയെ പരാജയ ഭീതിയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ വിജയത്തിൻ്റെ കാൽപ്പടികൾ മക്കളെ കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അങ്ങയുടെ വിജയത്തിൻ്റെ പാത പിന്തുടർന്ന് അനുഗ്രഹം പ്രാപിച്ച് ദൈവമേ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.